ഹലോ ഗായ്സ്, വെൽക്കം ടു സെക്കൻഡ് പാർട്ട് ഓഫ് ഉണ്ണിയപ്പൻ ഗണപതി. അമ്പല കോസ്റ്റ്യൂമൊക്കെ മാറ്റി വിശപ്പ് മാറ്റാനായിട്ട് ഞങ്ങൾ നേരെ സിനിമ റെസ്റ്റോറൻറ്റിലേക്ക് കയറി. ഫുഡും സിനിമയും നമുക്ക് ഒരുപോലെയാണല്ലോ, അതുകൊണ്ട് തന്നെ ഈ ഒരു റെസ്റ്റോറൻറ്റ് ഞങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനായിരുന്നു. ചുമരിലെ താരങ്ങളെക്കാൾ വലിയ താരങ്ങൾ ഞങ്ങളുടെ ചുറ്റുമാണ് കേട്ടോ. ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ് സെക്കൻഡ് പാർട്ട് ആയപ്പോഴേക്കും ഈ താരം സൈഡായി. യാത്രാക്ഷീണം കൊണ്ട് ജ്യോതി ആൻറ്റി തലവേദനിച്ച് കിടക്കുകയാണ്. ബാക്കി എല്ലാവരും ഫുഡ് ഓർഡർ ചെയ്യണതിൻ്റെ തിരക്കിലാണ്. ഈ കാണുന്ന സിനിമാ നടിമാരിൽ ഞാൻ ആര് മാളു ആര് എന്ന കുലങ്കുഷമായ ചർച്ചയാണ് നടക്കുന്നത്. അച്ഛൻ ഞാൻ അമ്മുക്കുട്ടൻ, ഇത് അമ്മുക്കുട്ടൻ, നീ ഇതോ ആ ശ്രീദേവിയെ കാണും പിടിച്ചോ. ആലിയപ്പെട്ടോ, ആലിയപ്പട്ട്, ഫസ്റ്റ് ആലിയ ഫസ്റ്റ്, അത് ആലിയ ഭട്ട്, ഇത് ആലിയ ഫസ്റ്റ്, ഇത് ആലിയ ഭട്ട്. അന്തിമ തീരുമാനമൊക്കെ എടുത്തതിന് ശേഷം നല്ല ഫുഡ് കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴത്തേക്കും മെയിൻ ആള് പോസ് ചെയ്യുന്നത് കണ്ടോ. പിന്നെ പിന്നാലെ ഓരോരുത്തർ പോസിങ് ആയി, ഫോട്ടോ എടുപ്പായി, ബഹളമായി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നേരെ പോയത് സാമ്പ്രാണിക്കൊടിയിലോട്ടാണ്. പൊരിഞ്ഞ വെയിലായതുകൊണ്ട് തന്നെ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റിയില്ല. സോ വി ലവ് സാമ്പ്രാണിക്കൊടി എന്നും പറഞ്ഞ് ഞങ്ങൾ നേരെ മൺട്രോത്തുരത്തിലേക്ക് വിട്ടു. അതിസാഹസികമായി ജങ്കാറിലേക്ക് കാറുകൾ കയറ്റുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വന്തം വീട്ടിലെ സോഫയിൽ എന്ന പോലെ ഇരുന്ന് കുണുകുണു പറയുന്ന സ്ത്രീ ജനങ്ങളെയും കാണാം. അഷ്ടമുടിക്കായലിന്റെ കന്നിയോളങ്ങളിൽ താളം പിടിച്ചുകൊണ്ടിരിക്കുന്ന മറ്റു ചിലർ. ഇതെല്ലാം വളരെ ആസ്വദിച്ചുകൊണ്ട് ക്യാമറയിൽ പകർത്തുകയാണ് ഉല്ലാസങ്ങൾ. ഒരു പിഞ്ചു കുഞ്ഞിന്റെ കളികൾ കണ്ടിട്ടും കുരിപ്പ് എന്തേലും ചെയ്തിട്ട് പൊക്കോട്ടെ എന്ന ഭാവത്തിൽ ഫോണിൽ നിന്നും കണ്ണുകൾ എടുക്കാതെ വിഷണ്ണനായിരിക്കുന്ന യുവാവിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദഫ്മുട്ടിന്റെ വേഷധാരികൾ എന്ന പോലെ ചിലരെയും കണ്ടു. കായലോളങ്ങൾ ആസ്വദിക്കുന്നതിനിടെ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ബാധ കയറിയതുപോലെ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ട് നിങ്ങൾക്ക് അലോസരമുണ്ടാക്കിയെങ്കിൽ ക്ഷമിക്കുക, സഹിക്കുക. വീണ്ടും തന്റെ ഡ്രൈവിംഗിലുള്ള നൈപുണ്യം തെളിയിച്ചുകൊണ്ട് അതിവിദഗ്ധമായി കാർ ജങ്കാറിൽ നിന്നും ഭൂമിയിലോട്ട് ഇറക്കുകയാണ് മിസ്റ്റർ കണ്ണൻ മോഹൻ. ഇവിടെ നിന്ന് നേരെ ഞങ്ങൾ മൺട്രോത്തുരത്തിലെത്തി. ആദ്യം നമ്മൾ കയാക്കിംഗ് ചെയ്യാണ്. കയാക്കിംഗ് ഇതിനു മുമ്പ് 5-6 തവണയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണോ എന്നറിയില്ല, പൊതുവെ ആ കുട്ടി പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ഒന്നും കേൾക്കാനുള്ള ക്ഷമ പോലും എനിക്കില്ല. മാളു ഏതാണ്ട് പേടിച്ചിരിക്കുമ്പോൾ ഞാൻ എക്സ്പേർട്ടിനെ പോലെ എല്ലാം ശരിയാക്കി തരാ, ഏപ്പ ശരിയാക്കി തരാ എന്നുള്ള മൈൻഡിലാണ് ഞാൻ ഇതൊക്കെ കേൾക്കുന്നത്. നീ പോന്നൊന്നും അല്ല, അത് തള്ളി വിട്ടതാ. എടി രണ്ട് സൈഡും അമ്മു, രണ്ട് സൈഡും. കണ്ണമ്മോൻ ഇവിടെ കിടന്ന് തൊള്ള തുറന്നിട്ട് ഒരു കാര്യമില്ല. ഞാൻ എനിക്കിഷ്ടമുള്ള പോലെ പോകും. മൈ ലൈഫ് മൈ റൂൾസ്. ഈ ഭാവത്തിലാണ് നമ്മുടെ പോക്ക്. എന്തെങ്കിലും ഞാൻ ഫോൺ എടുത്ത് വിളിച്ചാൽ ദൈവത്തെ. കണ്ണമ്മോൻ ഒരു രസികൻ തന്നെ. ഏതാണ്ട് വളുപ്പടിച്ചു പോരാഞ്ഞിട്ട് അതിനെ പ്രോത്സാഹിപ്പിക്കാൻ കുറെ അമ്മമാരും. എന്തായാലും ഞങ്ങൾ ഒഹോയ് 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 വിദൂരതയിലേക്ക് തുഴഞ്ഞു നീങ്ങുകയാണ് സുഹൃത്തുക്കളെ. മുന്നിൽ നോക്കിയും പിന്നിൽ നോക്കിയും ഒക്കെ ഞാൻ തുഴയുകയാണ്. ഞാൻ തുഴയുന്നില്ല എന്നുള്ള ബോധം നിനക്ക് വേണം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും സെൽഫി വീഡിയോ ഒക്കെ എടുത്ത് അങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് തിരിച്ച് ഒരു കോമൺ പോയിന്റിലെത്തി. എല്ലാവരും അവിടെ വെച്ച് കണ്ടുമുട്ടി. എല്ലാവരും വെള്ളത്തിലേക്ക് ഇറങ്ങിയെങ്കിലും പേടിച്ചിട്ടൊന്നുമല്ല. തോണിക്കാരൻ ഒരു കൂട്ടായി ജ്യോതി ആന്റി തോണിയിൽ തന്നെ നമ്മൾ ആക്ച്വലി ഒരു തോണിയും ഒരു കയാക്കിങ്ങും എടുത്തത്. അപ്പോൾ കയാക്കിംഗ് മാറി മാറി ചെയ്യാണ്. അടുത്ത ചെസ് നമ്പേഴ്സ് മിസ്റ്റർ ശാന്തകുമാരൻ ആൻഡ് മിസ്റ്റർ സന്തോഷ്. അവിടെ തകൃതിയിൽ അച്ഛന്മാർ തോണി തുഴയുമ്പോൾ ഇവിടെ മക്കളും അമ്മമാരും ചെയ്യുന്നത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. ചുറ്റുമുള്ളവരെ നോക്കി നിൽക്കെ ഇങ്ങനെ കിടന്ന് തുള്ളാൻ ഞങ്ങൾക്കേ പറ്റൂ. അങ്ങനെ കയാക്കിന്റെ സാരഥി മാറിയിരിക്കുകയാണ്. കണ്ണമ്മോന്റെയും മാളുവിന്റെയും അംഗം വെട്ടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിതാ ഇവിടെ സീനിയർ സിറ്റിസൺസിൻ്റെ കൂടെ എൻജോയ് ചെയ്യുകയാണ് ഗായ്സ്. ഇവിടെ എൻ്റെ വീഡിയോ എടുത്തു തരാൻ ആരും ഇല്ലാത്തതുകൊണ്ട് സ്വന്തമായി വീഡിയോ എടുത്ത് ചിരിച്ചു മെഴുകുകയാണ്. കണ്ടൽ കാടുകളുടെ ഇടയിലൂടെയുള്ള ഈ യാത്രയിൽ നമ്മളെ നയിക്കുന്നത് തച്ചിലെടുത്ത് ചുണ്ടൻ മിസ്റ്റർ കണ്ണമ്മോനാണ്. ഈ വീഡിയോയിൽ ഞാൻ അത്യാവശ്യം നന്നായിട്ട് കണ്ണമ്മോന് പ്രൊമോട്ട് ചെയ്യണ്ടോ എന്നൊരു സംശയം. എന്തായാലും കുഴപ്പമില്ല, അവൻ അതിനുള്ള മുതലുണ്ട്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. മൺട്രോത്തുരത്ത് നിങ്ങൾ ഒത്തിരി സിനിമകളിൽ കണ്ടിട്ടുണ്ടാവും. ഈ അടുത്തിറങ്ങിയ പൊന്മാൻ സിനിമയിലെ ലൊക്കേഷനാണ് കേട്ടോ അത്. അവിടെ കണ്ണൻ്റെയും മാളുവിൻ്റെയും അഭ്യാസ പ്രകടനം.
ഇവിടെ അസ്തമയ സൂര്യൻ്റെ സൗന്ദര്യം ആസ്വദിക്കുന്ന സുന്ദരിയായ യുവതി. നമ്മളെടുത്ത മികച്ച തീരുമാനമായിരുന്നു ഒരു വള്ളവും ഒരു കയാക്കും എടുത്തത്. 2.5 മണിക്കൂർ നേരം കയാക്കിംഗ് ചെയ്യാനുള്ള ആരോഗ്യം ഈ കൂട്ടത്തിൽ ആർക്കും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് മാറി മാറി നമ്മൾ കയാക്കിങ്ങും ചെയ്തു, ബോട്ടിങ്ങും ചെയ്തു. അതുകൊണ്ട് തന്നെ നമുക്കത് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റി. ഇങ്ങനെ ബുദ്ധിപരമായി തീരുമാനമെടുത്തത് ആരാ? നമ്മുടെ കണ്ണമോൻ. എഗെയിൻ കണ്ണമോൻ കീ ജയ്. ഏകദേശം നമ്മുടെ ബോട്ടിംഗ് അവസാനിക്കാറായി. എല്ലാവരും ഗംഭീര പ്രകടനങ്ങളാണ് ഇവിടെ കാഴ്ചവെക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും എൻജോയ് ചെയ്ത ആ ബോട്ട് യാത്ര പര്യവസാനിക്കാൻ പോവാണ്. ഒത്തിരി സന്തോഷത്തോടെ നമ്മൾ നേരെ ഇനി പോകുന്നത് കണ്ണമോൻ്റെ വീട്ടിലോട്ടാണ്. കണ്ണൻ്റെ അമ്മ അമ്പിളിയമ്മയും അവിടുത്തെ അച്ഛനും ഒക്കെ ആയിട്ട് നമ്മൾ ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ചു, ഒരുപാട് സംസാരിച്ചു, സ്നേഹം പങ്കുവച്ചു. ഇതൊക്കെ കണ്ട് നിർവൃതി അടയുന്ന മാളും ഞാനും. 2 കൂട്ടുകാരികൾ ചേർന്നെടുത്ത സ്വർഗമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളും നമ്മുടെ വീട്ടുകാരും ഒക്കെ ചേർന്നെടുത്ത മനോഹരമായ ഒരു ദിവസത്തിൻ്റെ ഓർമ്മയിൽ വിടവാങ്ങട്ടെ. അടുത്ത വീഡിയോ വരയ്ക്കും സ്റ്റേ ട്യൂൺഡ്.